നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഓണ എക്സാം നമുക്ക് സെപ്റ്റംബർ 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ചാപ്റ്ററും അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ട് പോകാം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം നമുക്ക് ഗവൺമെൻറ് ഇടുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും ഏത് അധ്യാപകരും ചൂസ് ചെയ്യുന്ന 25 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. ഉറപ്പിച്ചു ഈ ക്വസ്റ്റ്യൻസും മാത്രമായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ളത്. കാരണം നമ്മളൊരു അധ്യാപകനോട് കൃത്യമായിട്ട് അറിയാം. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കുട്ടികൾക്ക്. ഇത് പഠിക്കാൻ ഒരു 2 ദിവസം 1 ദിവസമൊക്കെ കൊണ്ട് പറ്റുമായിരിക്കും. അത് 5 ദിവസം എടുത്താൽ നല്ല വൃത്തിയായിട്ട് പഠിക്കാം. എത്ര ദിവസം അത് എടുത്ത് പഠിക്കുന്നോ നിങ്ങൾ നല്ലതായിട്ട് എഴുതി പഠിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിസിക്സ് മാത്രമല്ല, കെമിസ്ട്രി, മാത്സ് എല്ലാ സബ്ജക്റ്റും, ഇനി കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് വേണമെന്നുള്ളത് നിങ്ങൾ കമൻസിൽ കൃത്യമായിട്ട് പറയുക. ആൻസേഴ്സും ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ്, അതിനകത്ത് ഫുൾ നോട്ട്സ്, ഇതെല്ലാം വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക എന്നുള്ളതല്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണാവുള്ളൂ കേട്ടോ. അന്നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. +2 ഓണത്തിൻ്റെ 25 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫിസിക്സിൻ്റെയാണ്. ഞാൻ ഓരോന്നും പറയുമ്പം വ്യക്തമായിട്ട് ഏതൊക്കെ ചാപ്റ്റർ ആണെന്നും എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് പറയാം. ഒരു ലോങ് വീഡിയോ എന്നല്ല, സിമ്പിളായിട്ട് തരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗോസസ് തിയറം. നമുക്ക് പഠിക്കാനുള്ള 5 ചാപ്റ്റർ. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. പാഠത്തിൻ്റെ പേര് അറിയത്തവരെല്ലാം ശ്രദ്ധിച്ചു വേണം കേട്ടോ. 2 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. 3 കറണ്ട് ഇലക്ട്രിസിറ്റി. 4 മാഗ്നറ്റിക് എഫക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആംബിയർ സർക്യൂട്ടൽ തിയറും ബയോട്ട് സാവാർട്സ് ലോയും ഉള്ളത്. 5 മാഗ്നറ്റിസം, ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അത് തന്നെ. അതിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് ആദ്യത്തെ ചാപ്റ്റർ അത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനകത്തുള്ളതാണ്. ഗോസസ് തിയറം, പ്രൂഫ്, 3 ആപ്ലിക്കേഷൻ. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗോസസ് തിയറം പഠിക്കുമ്പം നിങ്ങൾ പ്രത്യേക ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. Φ = 1/ε0q, സർഫസ് ഇൻറ്റൽ E.ds = 1/ε0q. അതിൻ്റെ പ്രൂഫ് എഴുതുമ്പം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൻ്റെ പടം വരയ്ക്കണം. ആപ്ലിക്കേഷൻ 3 ഡയഗ്രം ഉണ്ട്. ഡയഗ്രത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ അതുപോലെ പഠിച്ചെഴുതിയാൽ മാത്രമേ പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഡെറൈവ് ചെയ്യുക. ഓക്കെ, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഗോസ് തിയറം, പ്രൂഫ്, 3 ആപ്ലിക്കേഷൻ. അടുത്തത് അതേ ചാപ്റ്ററിൽ തന്നെ ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഫോഴ്സും ടോർക്കും കണ്ടുപിടിക്കുക. ഫോഴ്സ് 0 ആണ്. F = QE ± QE. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആൻസറിൻ്റെ വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അന്നേരം ഫോഴ്സ് ആൻഡ് ടോർക്കിനുള്ള ഇക്വേഷൻ τ = P sin θ. ഇതിൻ്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോബ്ലം ഇമ്പോർട്ടൻ്റ്. ഓർത്തോണേ, ഇതിൻ്റെ τ = P sin θ വെച്ചുള്ള പ്രോബ്ലം. പിന്നെ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, റിലാക്സേഷൻ ടൈം എന്താണ്? ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ബന്ധപ്പെട്ട റിലേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചോണം. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി റിലാക്സേഷൻ ടൈം തമ്മിലുള്ള റിലേഷൻ, കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റി റിലാക്സേഷൻ ടൈമും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് ഡെൻസിറ്റി. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഏതൊക്കെ ആയിട്ടുള്ള റിലേഷൻ. അന്നേരം ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും ഉണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും ഉണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും ഉണ്ട്. നമ്മുടെ നോട്ടിനകത്തൊക്കെ വളരെ സിമ്പിളായിട്ട് എൻ്റെ നോട്ട്സും സിമ്പിളായിട്ടായിരിക്കും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അന്നേരം 3 ക്വസ്റ്റ്യനായി. ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് മനസ്സിലായല്ലോ. 4ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് ആണ്. സ്റ്റേറ്റ് ആംബിയർ സർക്യൂട്ടൽ തിയറം. ഡയഗ്രം വരയ്ക്കണം കേട്ടോ. അന്നേരം ക്ലോസ് ഇൻറ്റൽ B.dl = μ0I എന്ന് പറയുന്ന ഇക്വേഷൻ. അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ്. 2ാമത്തെ ടോറോയിഡ് നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഓർത്തോണം, അതോടെ അങ്ങ് മാഷ് പറയുകയാണ്. അടുത്ത സോളിനോയിഡ്. ഈ 2 ആപ്ലിക്കേഷൻ പഠിക്കണം. പടം വരച്ച് പഠിക്കണം. അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആംബിയർ സർക്യൂട്ടൽ തിയറം. അടുത്ത് സ്റ്റേറ്റ് ആൻഡ് ഡിറൈവ് കൂളംസ് ലോ. കൂളംസ് ലോ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തോട് വേണമെങ്കിൽ ഞങ്ങൾ പഠിച്ചു. എന്തിനാണ്? പോയിന്റ് ചാർജസോട് പഠിച്ചു. മാസ് വളരെ കുറവുള്ള ചാർജസിനെയാണ് പോയിന്റ് ചാർജസ് എന്ന് പറയുന്നത്. കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോമും അങ്ങ് പഠിച്ചേക്കുക. വെക്റ്റർ ഫോമിൽ കൂളംസ് ലോ എഴുതുന്നത് എങ്ങനെയാണ്? F = നമ്മൾ 9 × 10⁹ Q1 Q2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു F = 1/4πε0 Q1 Q2/r², അല്ലെങ്കിൽ 9 × 10⁻⁴ Q1 Q2/r². എന്തായാലും അത് ഡിറൈവ് ചെയ്ത് കുളംസ് ലോയും സ്റ്റേറ്റ് ചെയ്ത് പഠിക്കണം.
പോയിന്റ് ചാർജസ് അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുക. കുളംസ് ലോ വെക്ടർ ഫോമിൽ പഠിക്കുക. ഇതും ആദ്യത്തെ ചാപ്റ്ററാണ്. മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് എസ് ഇല്ല, പ്രോബ്ലം ഇല്ല. 5ാമത്തെ ചാപ്റ്റർ. അതിനകത്ത് ഫെറോ മാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഈ 3 സബ്സ്റ്റൻസും എൻ്റെ പടങ്ങൾ വൃത്തിയായിട്ട് ഡയഗ്രാം ഉണ്ട്, ഡയഗ്രാം പഠിക്കണം, എക്സാമ്പിൾസ് പഠിക്കണം. ഞാൻ സിമ്പിളായിട്ട് എൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരും. ഇതെല്ലാം പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. എല്ലാത്തിനും 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അന്നേരം നിങ്ങൾ കെമിസ്ട്രി പഠിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. കെമിസ്ട്രി എനിക്കൊന്ന് +1 പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വ്യത്യസ്തമായിട്ടാണ്. അന്നേരം 6 ക്വസ്റ്റ്യനായേ. 7ാമത്തെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്. ഉദാഹരണം അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്, കോണ്ടൈസേഷൻ ഓഫ് ചാർജ്, വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. കോണ്ടൈസേഷൻ ഓഫ് ചാർജ്, പിന്നെ കൺസർവേഷൻ ഓഫ് ചാർജ്. ഇത്രയാണ് ബേസിക് പ്രോപ്പർട്ടീസ്. അത് ഡീറ്റെയിലായിട്ട് ചോദിച്ചാൽ ഡീറ്റെയിലായിട്ട് എഴുതണം. ആ ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്ററിനകത്തുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഉൾപ്പെടുത്തണമല്ലോ. ഡൈഇലക്ട്രിക് പോളറൈസേഷൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് അതിൻ്റെ എക്സാമ്പിൾസ്. ഡൈഇലക്ട്രിക് പോളറൈസേഷൻ എന്താണ്? ഡൈഇലക്ട്രിക് പോളറൈസേഷൻ, പോളാർ നോൺ പോളാർ മോളിക്യൂൾസും എന്താണ്? വീൻസ്റ്റൺസ് ബ്രിഡ്ജ്, വെരി ഇമ്പോർട്ടൻറ്റ്. കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് പഠിക്കണം. വീൻസ്റ്റൺ ബ്രിഡ്ജ് P/Q = R/S എന്ന് കിട്ടൂടെ ഫൈനലി. അന്നേരം അതൊരു 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഉറപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കാവുന്ന, ഓണത്തിനും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് പലരും വിട്ടുപോകുന്നൊരു ടോപ്പിക്കാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്താണ്? അതിന് ചെറിയൊരു പടമുണ്ട്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്താണ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, അതിൻ്റെ ഒരു പ്രൂഫ്, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ഡെറിവേഷൻ പോലൊരു കാര്യമുണ്ട്. അതുകൂടെ പഠിക്കണം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെയും ഡെറിവേഷൻ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ മാഗ്നറ്റിക് എഫക്ട്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എസ്സേ ആണ് ഈ പറഞ്ഞ ബയോട്ട്-സാവാർട്സ് ലോ. എന്താണ് ബയോട്ട്-സാവാർട്സ് ലോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ്. അത് എസ്സേ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് ക്യാരിയിങ് കറണ്ട്. ബയോട്ട്-സാവാർട്സ് ലോ എന്താണ്? dB = μ0/4π × IDL sin θ/r². എന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ എസ്സേ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് ക്യാരിയിങ് കറണ്ട്. അടുത്ത 11, അതേ ചാപ്റ്റർ തന്നെ 4ാമത്തെ മാഗ്നറ്റിക് എഫക്ട്സിനകത്ത് ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിയിങ് കറണ്ട്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 4 മാർക്ക് ആകാം. ഡിഫൈൻ ആംബിയർ, അതിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ വെച്ചാണ് ആംബിയറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത്. രണ്ടുകൂടെ ചേർത്താണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അത് നന്നായിട്ട് പഠിക്കുക. അടുത്തതും ദി മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ. പടം വരച്ച് വൃത്തിയായിട്ട്, വളരെ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ. 2 മാർക്ക് 3 മാർക്ക്, 2 മാർക്ക് കൂടുതൽ 3 മാർക്കാണ്. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ, അതും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നോട്ടിനകത്തുള്ള പ്രോബ്ലംസും മാത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ. അടുത്തത് ഡിറൈവ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആക്സിയൽ ലൈൻ. അതായത് ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനിൻ്റെയും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അത് ഈ പറഞ്ഞ 5 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതും ആദ്യത്തെ ചാപ്റ്ററാണ് കേട്ടോ. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ മാഗ്നറ്റിക് എഫക്ട്സ് ആണ്. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. 2ാമതൊരു ചാപ്റ്റർ ഉണ്ട്, നമ്മുടെ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ പേര്. അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും E = -dV/dx എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടുന്ന. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു സംഭവമാണ്, 4 സ്റ്റെപ്പേ ഉള്ളൂ, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ചെറുതായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ഫസ്റ്റ് ചാപ്റ്ററിനകത്താണ്. ഡൈപോൾ മൊമെൻ്റ് എന്താണ്, ഇത് ഏത് തരം ക്വാണ്ടിറ്റിയാണ്, ഇക്വേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചേക്കുക. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. 15. 16, 2ാമത്തെ ചാപ്റ്ററിനകത്ത് കപ്പാസിറ്റൻസിനകത്തൊന്ന് ഉറപ്പിച്ച് വയ്ക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അതിനകത്ത് 2 ഇക്വേഷൻ ഉണ്ട്. ഫൈനൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് പഠിക്കണം. C = ε0 A/d-യും C = ε0 ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ C = ε0 Ka/d-യും. അതിൻ്റെ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പാർട്ട്, ഡെറിവേഷൻ പഠിച്ചിരിക്കണം. ഓംസ് ലോ പ്രാക്ടിക്കൽ ലോളാണ്. സിമ്പിളായിട്ടൊക്കെ പഠിക്കണം. ഓംസ് ലോ പഠിക്കുമ്പോൾ തീർത്തും ആ ടോപ്പിക് കംപ്ലീറ്റ് തീർക്കണം. ഓംസ് ലോ എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമാണ്. അതിൻ്റെ ഗ്രാഫ് VI ഗ്രാഫ് പഠിക്കണം. റെസിസ്റ്റിവിറ്റി, ഓംസ് ലോ എവിടെ ഒബേ ചെയ്യുന്നുണ്ടോ, ഒബേ ചെയ്യാത്ത എന്താണ്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ്, ഓമിക് കണ്ടക്ടേഴ്സ്, റെസിസ്റ്റിവിറ്റി എന്താണ്, റെസിസ്റ്റിവിറ്റി അതിൻ്റെ യൂണിറ്റ്, കണ്ടക്ടിവിറ്റി, കണ്ടക്റ്റൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ കംപ്ലീറ്റ് പഠിക്കണം. അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അന്നേരം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ സീരീസ് ആൻഡ് പാരലൽ എന്ന് പറഞ്ഞാൽ മറ്റേ 1/C = 1/C1 + 1/C2 + 1/C3 +
അങ്ങനെ മറ്റേ C=C1 + C2 + C3 അതാണ് 18. അത് ഇതിനകത്തെ ക്വസ്റ്റ്യനാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് രണ്ടാമത്തെ ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആദ്യത്തെ ചാപ്റ്ററിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്? ദി വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ, വാനിഷ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അടുത്ത വാട്ട് ഈസ് മീൻ ബൈ മൊബിലിറ്റി? അതായത് മൊബിലിറ്റി എന്ന് പറയുന്നത് V ഈസ് പ്രൊപ്പോർഷണൽ ടു E. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. V എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇല്ല. പ്രൊപ്പോർഷണൽ ഡിസൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കുക. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് മ്യൂ. ആ മ്യൂവിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. മ്യൂ ഈസ് ഈക്വൽ ടു V/E. കാരണം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് V എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ടു ദി ഇലക്ട്രിക് ഫീൽഡ്. അതാണ് മൊബിലിറ്റി. അതിൻ്റെ യൂണിറ്റും പഠിച്ചിരിക്കുന്നതാണ്. കിർച്ചോഫിൻ്റെ ലോസ്. കിർച്ചോഫിന് 2 ലോസ് ആണുള്ളത്. ഏതൊക്കെയായിട്ട് പെട്ടെന്ന് പറയാം. നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മളിതെല്ലാം പഠിച്ചിരിക്കണം. ജംഗ്ഷൻ റൂളും മെഷ് റൂളും. ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ. രണ്ടാമത്തെ റൂളാണ് മെഷ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. രണ്ടും പഠിക്കുക. രണ്ടിൻ്റെ ഇക്വേഷൻസ് നോക്കുക. അഞ്ചാമത്തെ ചാപ്റ്ററിനകത്ത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. ഒറ്റ വരിയേ ഉള്ളൂ. സർഫസ് ഇൻറ്റൽ B.ds = 0 എന്ന് പറയുന്ന ഇക്വേഷനോട് കിട്ടും. അതിനകത്ത് ഡെറിവേഷൻ ഒന്നുമില്ല. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം സെപ്പറേറ്റ് ആണ്. വെറും ഗോസസ് തിയറം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഗോസസ് തിയറം എഴുതിയാൽ മതി. എന്നാൽ ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം എന്ന് എടുത്ത് ചോദിച്ചാൽ ഇതേ എഴുതാവുള്ളൂ. ഓക്കെ. അടുത്ത മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ്? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചോണം. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും അതിൻ്റെ പ്രോപ്പർട്ടീസും. പടം വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ നല്ലത് പടം വരച്ചിരിക്കണം, നല്ലതാണ്. അടുത്ത മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഒരുപാട് ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനുള്ള ഇക്വേഷൻ F = BQV sin θ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ലോറൻസ് ഫോഴ്സും പഠിച്ചു. ഇത് രണ്ടും ഇരട്ട പറ്റൊന്നുമല്ല. ലോറൻസ് ഫോഴ്സ് അല്ല മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് F = BQV sin θ. അതിൻ്റെ വെക്ടർ ഫോമും പഠിച്ചോളുക. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? സിമ്പിളായിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെയാണ്. ഫാരഡ് എന്താണ്? നമ്മുടെ കപ്പാസിറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. ഡെഫിനിഷൻ പഠിക്കണം. കൂളം ചാർജിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. ഇലക്ട്രോൺ വോൾട്ട് പൊട്ടൻഷ്യലിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. ഡെഫിനിഷൻ ഉണ്ട്. ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ 25 ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാം മനുഷ്യനെ ഇതുവരെയും തെറ്റിയിട്ടില്ല, ഇനിയും തെറ്റത്തുമില്ല എന്ന്. ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. നിങ്ങൾ 25 ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോവുക. ഫിസിക്സിന് ഫുൾ മാർക്ക് കിട്ടുക. കാരണം ഓണപ്പരീക്ഷ എന്ന് പറയുന്നത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമുക്ക് ഇൻറ്റേർണൽ മാർക്ക് CE മാർക്കിന് ഏറ്റവും കൂടുതൽ സഹായമാകും. കാരണം ക്രിസ്മസ് പരീക്ഷ ആകുമ്പോൾ ഇതിൻ്റെ ഫിസിക്സ് ചിലപ്പോൾ 10 ചാപ്റ്റർ ആയിരിക്കും. ഇപ്പം നമുക്ക് 4-5 പകുതിയേ ഉള്ളൂ. മോഡൽ പരീക്ഷ ആകുമ്പോൾ പിന്നെ കൈ വിട്ടുപോയി. ഫുൾ ചാപ്റ്റേഴ്സ് ഉണ്ട്. CE മാർക്ക് മേടിക്കാൻ നമുക്ക് എപ്പോഴും സഹായമാകുന്നത് ഓണപ്പരീക്ഷയാണ്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. അത് നന്നായിട്ട് എഴുതി പഠിക്കണം. കാരണം സെക്കൻഡ് ഇയർ ഫുള്ള് ഡെറിവേഷൻസ് ആണ് ഫിസിക്സ്. അന്നേരം നിങ്ങൾ മാഷിനോടൊപ്പം ഉണ്ടെങ്കിൽ മാഷ് നിങ്ങളോടൊപ്പം 100% ഉണ്ട്. എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ടും അടിപൊളിയായിട്ടും പഠിക്കാം. നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യടേ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഏത് കൊമേഴ്സ് വിങ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് വിങ് ആയിക്കോട്ടെ, സയൻസ് വിങ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ വീഡിയോസ്, നോട്ട്സ്, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അടുത്ത ദിവസം തുടങ്ങും. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് നോട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടും. നല്ലപോലെ പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അന്നേരം അടിപൊളിയായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ കിടക്കാം. നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ അടിപൊളിയായിട്ട് കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോസിനകത്ത് നോട്ട്സ് വേണം, അല്ലെങ്കിൽ ആൻസേഴ്സ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തും കമൻറ്റ്സ്, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ കമൻറ്റ്സ് ഇടാം. അന്നേരം നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ എവർ ഗീവ് അപ്പ്. എല്ലാ സബ്ജക്റ്റും ഇതുപോലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നല്ല ഉണ്ട്. ഓക്കെ.